പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ചപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 8-ാം മാസത്തിൻ്റെ 12-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസിദാസന്മാരെ, ആമേൻ. നിങ്ങൾ ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴവേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവിൻ്റെ ദാസിദാസന്മാരെ, ആമേൻ, ഈ പ്രഭാതം വളരെ ശക്തമായി നിങ്ങൾ പ്രാർത്ഥിക്കണമേ. അനേക കുഞ്ഞുങ്ങൾ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, കഴിഞ്ഞ ചില ദിവസങ്ങൾ ആമേൻ ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി. സ്തോത്രം ചെയ്യുന്നു. 1 വയസ്സും ആമേൻ 2 മാസവും കഴിഞ്ഞ ആ വാത്സല്യ കുഞ്ഞിൻ്റെ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ആ ദയനീയമായ ആ കിടപ്പ് കാണുമ്പോൾ ആ മാതാപിതാക്കൾ എത്രത്തോളം ഭാരപ്പെടുന്നുണ്ട്. ആമേൻ ജനിച്ച നാൾ മുതൽ ആമേൻ സ്തോത്രം, അപ്പ അമ്മ എന്ന് വിളിക്കുവാൻ കഴിയാതെ, ഒന്ന് ചിരിക്കുവാൻ കഴിയാതെ, മറ്റുള്ള കുഞ്ഞുങ്ങളോട് ഒരുമിച്ച് കളിക്കുവാൻ കഴിയാതെ, വളരെ വേദനയോടുകൂടെ ആമേൻ ഭാരത്തോടുകൂടെ ആമേൻ സ്തോത്രമായിരിക്കുന്ന ആ കുഞ്ഞിനെ ഓർത്ത് നിങ്ങൾ ദൈവമക്കൾ പ്രാർത്ഥിക്കണം. അതുപോലെ ആ കുഞ്ഞിൻ്റെ ആമേൻ ആ കുഞ്ഞിനെ ശുശ്രൂഷിക്കുന്ന മാതാപിതാക്കൾ ആമേൻ എത്ര ഭാരത്തോടുകൂടെയാണെന്ന് ഈ ദിവസങ്ങൾ ദൈവം ആ കുഞ്ഞിനൊരു വിടുതൽ അയച്ചു കഴിഞ്ഞാൽ, ആ കുഞ്ഞിനൊരു സൗഖ്യം ദൈവം നൽകിക്കഴിഞ്ഞാൽ, വാസ്തവമായും ആ മാതാപിതാക്കളും ദൈവത്തിന് നന്ദിയുള്ളവരായി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ആരാധിപ്പാനും ഇടയാകും. സ്തോത്രം ഓർത്ത് പ്രാർത്ഥിക്കുക. അനേക പ്രിയപ്പെട്ടവർ ഹോസ്പിറ്റലിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു. ഏകാന്തതയുടെ അനുഭവങ്ങളിൽ, മാനസികമായ നിരാശകളിൽ, സാമ്പത്തികമായ ഞെരുക്കങ്ങളിൽ, സ്തോത്രം ഒത്തിരി പ്രാർത്ഥന. ഭവനം നഷ്ടപ്പെട്ടവർ, സ്തോത്രം, അവിടെ നന്മകളെല്ലാം നഷ്ടപ്പെട്ട്, സമ്പത്തുകൾ നഷ്ടപ്പെട്ട്, വാഹനം നഷ്ടപ്പെട്ട്, അവിടെ ബിസിനസ്സുകളെല്ലാം നഷ്ടപ്പെട്ട്, ഈ പ്രകൃതി ദുരന്തങ്ങളിൽ അലറിക്കരയുന്ന അനേക പ്രിയപ്പെട്ടവർക്ക് ആശ്വാസമാകുവാൻ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന സ്തോത്രം, ഹല്ലേലൂയ, മതിയാകും. പ്രാർത്ഥനയുടെ മറുപടി നൽകി ദൈവം ആദരിപ്പാൻ ഇടയാകും. കർത്താവിൻ്റെ ദാസിദാസന്മാരെ, നാം വളരെ ഈ നാളുകളിൽ സ്തോത്രം ഇയ്യോബിനെ പോലെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു നല്ല മനസ്സ് നമുക്കുണ്ടായിരിക്കട്ടെ. ആമേൻ സ്തോത്രം. ഇന്ന് പ്രഭാതവും നമുക്ക് പ്രാർത്ഥനയോടുകൂടെ വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആമേൻ സ്തോത്രം. 43-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പാടുന്നു, എൻ്റെ ആത്മാവേ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ആശ നശിക്കുമ്പോഴാണ് നിരാശയുണ്ടാകുന്നത്. മനുഷ്യൻ ജീവിക്കുന്നത് തന്നെ പ്രത്യാശ ഉള്ളത് കൊണ്ടാണ്. അടുത്ത പ്രഭാതത്തിൽ ഉണരുമെന്ന് പ്രത്യാശ ഉള്ളത് കൊണ്ടാണ് ഉറങ്ങുവാൻ കഴിയുന്നത് തന്നെ. അതുപോലെ പഠിക്കുന്ന കാര്യത്തിലായാലും കൃഷി കാര്യങ്ങളിലായാലും തലമുറകളുടെ ഭാവി കാര്യങ്ങളിലായാലും ഒരു ശുഭപ്രതീക്ഷ അവർക്കുണ്ട്. ജീവിക്കുന്നവർക്കെല്ലാം തന്നെ നാളെയെക്കുറിച്ചൊരു ശുഭാപ്തി വിശ്വാസമുണ്ട്. എന്നാൽ പ്രതീക്ഷയില്ലാതെ വരുമ്പോൾ മനുഷ്യർ വിഷാദരോഹികളായി മാറുന്നു. വിഷാദം കൂടി വരുന്നതിൻ്റെ ഫലമായി പലരും ആത്മഹത്യ ചെയ്യുന്നു. മറ്റു ചിലർ വിഷാദരോഹികളായി മാറുന്നു. വേറെ ചിലർ സ്വന്തം ദേശവും സാഹചര്യവും വീടും ബന്ധുമിത്രാദികളെ എല്ലാം വിട്ട് അലഞ്ഞു നടക്കുന്നുണ്ട്. നിരാശ മനുഷ്യരിൽ ഫലവിധമായ പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്നു. മദ്യപാനത്തിലും മയക്കുമരുന്നിനും അടിമപ്പെടുന്ന പലരും തങ്ങളുടെ നിരാശയിൽ നിന്നുള്ള മോചനത്തിനും ആശ്വാസത്തിനുമായി കണ്ടെത്തിയ മാർഗമാണത്. ലോകം അറിയപ്പെടുന്ന പല ഉന്നതന്മാരും വിഷാദ രോഗത്തിനും അടിമകളായിരുന്നു. എന്നാൽ മരണാനന്തര പ്രത്യാശയുള്ള ദൈവമക്കളിൽ തങ്ങൾക്ക് നേരിടുന്ന നിരാശയുടെ മുമ്പിൽ ആത്മഹത്യ ചെയ്യുകയില്ല. മറിച്ച് തങ്ങളുടെ ദൈവത്തോട് ആവലാതികളും പരാതികളും അറിയിച്ച് ദൈവ കരുണയ്ക്കായി കാത്തിരിക്കുന്നവരായിരിക്കും. ദൈവമക്കൾക്ക് നിരാശയുടെ സാഹചര്യങ്ങളും അനുഭവങ്ങളും ഉണ്ടാകുമോ എന്ന് പലരും ചോദിച്ചേക്കാം. ഉണ്ടാകും എന്നാണ് ഭക്തന്മാരുടെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നത്. എങ്ങനെയെങ്കിലും ഈ ലോകം വിട്ട് ദൈവസന്നിധിയിൽ ചെന്ന് ചേർന്നാൽ മതിയായിരുന്നു എന്നാണ് അവരുടെ ആഗ്രഹം. അടിമത്വത്തിലായിരുന്ന ഇസ്രായേൽ ജനത്തെ വിടുവിച്ചു കൊണ്ടുവരുവാൻ മോശയെയാണ് ദൈവം നിയോഗിച്ചത്.
ദൈവമേറെ സമ്മർദ്ദം ചെലുത്തിയത് കൊണ്ടാണ് മോശ ആ ദൗത്യം ഏറ്റെടുത്തത് തന്നെ. എന്നാൽ പുറമെയുള്ള ശത്രുക്കളുടെ ഭീഷണിയും ഉപദ്രവങ്ങളും എല്ലാം തീർന്ന് സ്വസ്ഥമായി തൻ്റെ ജനത്തെ നടത്തിക്കൊണ്ട് പോകാമെന്ന് ചിന്തിച്ച മോശയ്ക്കെതിരെ പാളയത്തിനകത്ത് സ്വന്തം ജനം തന്നെ പാളയത്തിനകത്തു തന്നെ പടയൊരുക്കങ്ങൾ ആരംഭിച്ചു മോശയെ തകർത്തു കളയുവാൻ. അവരുടെ പ്രതികൂലങ്ങൾ മോശയ്ക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. മിസ്രൈമിൽ വളരെ കഷ്ടപ്പെട്ട് ഫറവോന്റെ അടിമത്വത്തിൽ കിടന്ന പീഡനങ്ങൾ അനുഭവിച്ച ഈ ജനത്തെ വിടുവിച്ച് ദൈവത്തിൻ്റെ വാഗ്ദത്ത ദേശത്തിലേക്ക് ദൈവിക വാഗ്ദത്തം നിറവേറ്റുവാൻ മരുഭൂമിയിൽ കഷ്ടത അനുഭവിച്ച് ഈ ജനത്തെ നടത്തിക്കൊണ്ടുവരുന്ന മോശയ്ക്കെതിരായി അവർ സ്തോത്രം ഹല്ലേലൂയ മോശയെ കൊന്നുകളയുവാൻ അല്ലെങ്കിൽ മോശയ്ക്കെതിരായി അവർ പടയൊരുക്കങ്ങൾ ആരംഭിച്ചു. ദൈവസന്നിധിയിൽ വീണുകിടന്ന് പ്രശ്നപരിഹാരത്തിനായി കരയുന്നതിന് പകരം മോശ മരിക്കുവാൻ ആഗ്രഹിച്ചു. നിരാശയോടെ ദൈവത്തോട് ചിലത് പറയുന്നത് തിരുവചനത്തിൽ നമുക്ക് കാണുവാനിടയാക്കി. നിരാശപ്പെടുന്നവരെ കൊന്നുകളയുകയോ ശുശ്രൂഷയിൽ നിന്നും മാറ്റുകയോ അല്ല ദൈവം ചെയ്യുന്നത്. അവരുടെ പ്രശ്നത്തിനുള്ള പരിഹാരം ഒരുക്കി കൊടുക്കുകയാണ് ദൈവം ചെയ്യുന്നത്. പഴയ നിയമ പ്രവാചകന്മാരിൽ ഏറ്റവും ശക്തനായ പ്രവാചകനായിരുന്നു ഏലിയാവ്. എന്നാൽ അദ്ദേഹവും വളരെ നിരാശനായി തീർന്നു, മരിക്കുവാൻ ആഗ്രഹിച്ചു. ഹല്ലേലൂയ. മരിക്കുവാൻ ആഗ്രഹിച്ച സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. ഇസബേലിൻ്റെ വെല്ലുവിളിയുടെ വാക്കുകൾ തന്നെ തകർത്തു കളയുവാനിട തൻ്റെ ഹൃദയത്തെ തകർത്തു കളയുവാനിടയായി. താൻ മരിക്കുവാൻ ആഗ്രഹിച്ചു എന്നാണ് തിരുവചനം പറയുന്നത്. ഇതുപോലെ ജീവിതത്തിൽ പല കാരണങ്ങളാൽ ഭയപ്പെട്ട് ഏകാന്തതയിൽ പോയിരുന്ന് മരിക്കുവാൻ ആഗ്രഹിച്ച നാം സ്തോത്രം ഹല്ലേലൂയ നമ്മെപ്പോലെ അനേകരുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ നമ്മെ ജീവിപ്പിക്കുവാനും നടത്തുവാനുമുള്ള വഴികൾ ദൈവം ഒരുക്കിത്തരും എന്ന് നാം തിരിച്ചറിയണം. പ്രിയദൈവത്തിലെ ബാധ്യതകളുടെ നടുവിലോ ഏകാന്തതയുടെ നടുവിലോ രോഗത്തിൻ്റെ നടുവിലോ സ്തോത്രം ഇന്ന് പകൽ സാമ്പത്തികമായ ഞെരുക്കങ്ങളുടെ നടുവിലോ ഹല്ലേലൂയ ഒന്ന് മരിച്ചാൽ മതിയായിരുന്നു സ്തോത്രം എന്ന് ഹല്ലേലൂയ ആഗ്രഹിച്ച് ചിലപ്പോൾ ജോലി സ്ഥാപനങ്ങളിൽ ഇനി ഇവിടെ ജോലി ചെയ്യാൻ എനിക്ക് കഴിയത്തില്ല, എനിക്ക് ഈ ജോലി തുടർന്നു കൊണ്ട് പോകുവാൻ കഴിയത്തില്ല, ഞാൻ ഈ ജോലി റിസൈൻ ചെയ്യുകയാണ്. അല്ലെങ്കിൽ കോളേജുകളിൽ ഒരുമിച്ച് പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ റാഗിംഗ് നിമിത്തം അവിടെ പോരാട്ട നിമിത്തം തുടർന്ന് പഠിക്കുവാൻ കഴിയാതെ എത്രയോ കുഞ്ഞുങ്ങൾ മരിക്കുന്നു, ആത്മഹത്യ ചെയ്യുന്നു. ഹല്ലേലൂയ കോളേജ് വിട്ട് അല്ലെങ്കിൽ ഭവനം വിട്ട് ഓടി ഒളിക്കുന്ന അനുഭവങ്ങൾ എത്രയോ നാം കേൾക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് പ്രഭാതം പരിശുദ്ധാത്മാ പറയുന്നു സ്തോത്രം ഹല്ലേലൂയ നമ്മെ ഹല്ലേലൂയ കൊന്നുകളയുവാൻ ആഗ്രഹിക്കുന്ന ദൈവമെല്ലാം നമ്മെ ജീവിപ്പിക്കുവാൻ നമുക്ക് ജീവിക്കേണ്ട എല്ലാ സാഹചര്യങ്ങളെയും ഒരുക്കി തരുന്ന ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. പഴയ നിയമ പ്രവാചകന്മാരിൽ യോനാ പ്രവാചകൻ നിനവേൽ പട്ടണത്തിനെതിരായി പ്രവചിച്ച പ്രവാചകനായിരുന്നു. പ്രവചിച്ച പ്രവചനത്തിൻ അവൻ്റെ നിവർത്തി കാണേണ്ടതിനും പട്ടണത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് സ്തോത്രം താനൊരു കുടിൽ കെട്ടി താമസം ആരംഭിച്ചു. എന്നാൽ ദൂത് കേട്ട് ജനം മാനസാന്തരപ്പെട്ടതിനാൽ ദൈവം ആ ജനത്തിന് അനർത്ഥം വരുത്തിയില്ല. ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞ് ദൈവഭയത്തിൽ അവർ ദൈവത്തെ ഭയപ്പെട്ട് അവർ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ദൈവസന്നിധിയിൽ അവരുടെ ദുർമാർഗങ്ങളെ എല്ലാം വിട്ടുതിരിഞ്ഞപ്പോൾ ദൈവം അവർക്ക് വരുത്തുവാനിരുന്ന അനർത്ഥത്തെക്കുറിച്ച് അനുതപിച്ചു. താൻ പറഞ്ഞതുപോലെ കാര്യങ്ങൾ നടക്കാതെ വന്നപ്പോൾ യോനായും നിരാശനായി തീർന്നു, മരിക്കുവാൻ ആഗ്രഹിച്ചു. മറ്റൊരു ശക്തനായ പ്രവാചകനാണ് യിരെമ്യാവ്. ദൈവനാമ നിമിത്തം വളരെ കഷ്ടങ്ങളും നിന്ദകളും പീഡകളും താൻ സഹിച്ചിട്ടുണ്ട്. ചില സന്ദർഭങ്ങളിൽ ജീവിതം മടുത്ത് നിരാശനായി ദൈവത്തോട് കോപിക്കുകയും മരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്തു. പൗലോസ് അപ്പോസ്തലൻ ജീവിതത്തിൽ ഒത്തിരി നിരാശപ്പെട്ട സാഹചര്യങ്ങൾ നമുക്ക് കാണുവാൻ ഇടയായിട്ടുണ്ട്. കൂട്ടുകാരുടെ ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലും സ്തോത്രം ഹല്ലേലൂയ അങ്ങനെ പലതരത്തിലുള്ള നിരാശപ്പെടൽ താൻ അനുഭവിച്ചിട്ടുണ്ട്. പ്രിയ ദൈവവേദനയെ നമ്മുടെ വേദനകളും സങ്കടങ്ങളും കണ്ട് മനസ്സാക്ഷി ഇല്ലാതെ മാറിക്കളയുന്നവനല്ല സ്നേഹനിധിയായ നമ്മുടെ ദൈവം. ആമേൻ.
നാം നിരാശപ്പെട്ട് ഞരങ്ങി ജീവിതം അവസാനിപ്പിക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല പ്രിയ ദൈവവൈതലേ. അതുകൊണ്ട് അയ്യോ എൻ്റെ രോഗം നിമിത്തം ഞാൻ മരിച്ചു പോകും, എൻ്റെ ബാധ്യതകൾ, എൻ്റെ കടഭാരങ്ങൾ, എൻ്റെ മക്കളെ ചൊല്ലി ഇന്ന് കാണുന്ന കഷ്ടത നിമിത്തം ഞാൻ മരിച്ചു പോകും, അല്ലെങ്കിൽ സ്തോത്രം ഹല്ലേലൂയ എനിക്ക് മരണം ഉറപ്പാണ്, അല്ലെങ്കിൽ മരിച്ചേ മതിയാകത്തുള്ളൂ, ആത്മഹത്യയുടെ ചിന്തകളെ കൊണ്ടിട്ട് സ്തോത്രം ഹല്ലേലൂയ ദൈവിക വാഗ്ദത്തങ്ങൾക്കെതിരായി ശത്രു വെല്ലുവിളിക്കുകയാണെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാ പറയുന്നു, കുഞ്ഞെ ഞരങ്ങി അവസാനിപ്പിക്കുവാനുള്ളതല്ല നിന്റെ ജീവിതം. സ്തോത്രം. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. ദൈവം നമ്മുടെ മുഖപ്രകാശ രക്ഷ തന്നെയാണ്. ആകയാൽ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങാതെ ഈ പ്രഭാതം ദൈവത്തിൽ പ്രത്യാശ വയ്ക്കാമോ? ദൈവം നമ്മെ അത്ഭുതകരമായി വിടുവിക്കുവാനിടയാം. നമ്മുടെ കണ്ണുകൾ ദിവസത്തിലടയ്ക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, മാറാത്ത രോഗവും തീരാത്ത ബാധ്യതകളും കർത്താവേ സ്തോത്രം ഹല്ലേലൂയ ഇനി കർത്താവേ സ്തോത്രം ഇനി മുന്നോട്ട് പോകുവാൻ കടക്കയില്ല എന്ന് സ്തോത്രം ഹല്ലേലൂയ ഭാരപ്പെടുന്ന ഏതൊക്കെ വിഷയത്തിൻ്റെ നടുവിൽ അങ്ങയുടെ ദാസിദാസന്മാർ കർത്താവേ മരണ ഭയത്തോടുകൂടെ ആത്മഹത്യയുടെ ചിന്തയോടുകൂടെ ഇന്ന് പ്രഭാതമായിരിക്കുന്നുവോ, എൻ്റെ സ്വർഗത്തിലെ ദൈവം തൻ്റെ ജനത്തെ ദൈവം അത്ഭുതകരമായി വിടുവിക്കണമേ, ബലപ്പെടുത്തണമേ, സമാധാനവും സന്തോഷവും സ്വർഗം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദാവീദിനെ പോലെ ഭയപ്പെടാതെ പ്രശ്നങ്ങളെ നേരിടുവാൻ കർത്താവേ സ്തോത്രം, പ്രതിസന്ധികളിൽ നിന്നും കർത്താവേ സ്തോത്രം ഓടി ഒളിക്കാൻ ഇടവരാതെ ദൈവകൃപയിൽ ആശ്രയിച്ച് നിൽപ്പാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണം. ഇന്ന് പ്രഭാതം ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും വാത്സല്യ കുഞ്ഞുങ്ങളെയും കർത്താവ് അത്ഭുതകരമായി വിടുവിക്കണമേ. ഈ ദിവസങ്ങളിൽ കർത്താവേ സ്തോത്രം തൻ്റെ മക്കളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ കണ്ടു എന്ന് പറയുവാൻ, വലിയ അത്ഭുതങ്ങൾ ദൈവം ചെയ്തു എന്ന് പറയുവാൻ കർത്താവ് കൃപ ചെയ്യണം. എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും പകരണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അങ്ങയുടെ ദാസിദാസന്മാരെ നിറഞ്ഞ ഹൃദയത്തോടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം. മഹത്വം അങ്ങെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.